സ്റ്റുഡൻസ്, ഹിസ്റ്റോമൈൻ ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കുന്നത് ക്ലാസ് 9ന്റെ SSലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ നോക്കിയ ടോപ്പിക്ക് മെറ്റീരിയലിസം, ഭൗതികവാദം വരെയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ടോപ്പിക്കാണ് മഹാജനപദങ്ങൾ അഥവാ ആദ്യകാല രാഷ്ട്രങ്ങൾ. എന്താണ് മഹാജനപദങ്ങൾ, അതായത് ആദ്യകാല രാഷ്ട്രങ്ങൾ? പുരാതന ഇന്ത്യയിൽ BC 6ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട വലിയതും ശക്തവുമായ രാജ്യങ്ങളെയാണ് മഹാജനപദങ്ങൾ അഥവാ ആദ്യകാല രാഷ്ട്രങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ 16 മഹാജനപദങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ 16ൽ ചിലത് രാജഭരണവും ചിലത് ഗണതന്ത്ര ഭരണവും പിന്തുടർന്നു. ഇനി എന്താണ് ജനപദം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജനപദങ്ങൾ. ജനപദം എന്നാൽ ജനം അധിവസിച്ച സ്ഥലം എന്നാണ് അർത്ഥം. ജനങ്ങൾ എന്ത് ചെയ്തു? തീ ഉപയോഗിച്ച് കാടുകൾ കത്തിച്ച് കൃഷിയിടങ്ങളും താമസ മേഖലകളും രൂപപ്പെടുത്തി. അവിടെ ഈ ജനങ്ങൾ സ്ഥിരമായി താമസിക്കുകയും ഇങ്ങനെയാണ് ജനപദങ്ങൾ നിലവിൽ വന്നത്. അപ്പൊ എന്താണ് ജനപദം? ജനം അധിവസിച്ച സ്ഥലം എന്നാണ് അർത്ഥം. പിൽക്കാല വേദങ്ങളിൽ വിവിധ ജനപദങ്ങളെ പറ്റി പരാമർശിക്കുന്നുണ്ട്. BC 6ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഉയർന്നു വന്ന ആദ്യകാല രാഷ്ട്രങ്ങളിൽ ഒന്നായിരുന്നു വജി. ഇനി നമുക്ക് ഈ രാഷ്ട്രങ്ങളുടെ രൂപീകരണം എങ്ങനെയായിരുന്നുവെന്ന് നോക്കാം. വേദ കാലഘട്ടത്തിൽ ഗോത്ര സമൂഹ വ്യവസ്ഥയായിരുന്നു നിലനിന്നിരുന്നത്. ഈ ഒരു സമൂഹ വ്യവസ്ഥ അറിയപ്പെട്ടിരുന്ന ജന എന്നാണ്. കൃഷി വ്യാപകമായതോടുകൂടി ഈ ഒരു ഗോത്ര സമൂഹങ്ങൾ ഒരിടത്ത് എന്ത് ചെയ്തു? സ്ഥിരമായി താമസിക്കുവാൻ ആരംഭിച്ചു. അതോടുകൂടി ഇവ ജനപദങ്ങൾ എന്ന് അറിയപ്പെട്ടു. ജനപദങ്ങളിലെ കാർഷിക മിച്ചോൽപാദനം എന്തിലേക്ക് നയിച്ചു? കച്ചവടത്തിന്റെയും നഗരങ്ങളുടെയും വളർച്ചയിലേക്ക് നയിച്ചു. കച്ചവടത്തോടൊപ്പം വ്യത്യസ്ത കരകൗശല വസ്തുക്കളുടെ നിർമ്മാണ കേന്ദ്രങ്ങളായി നഗരങ്ങൾ മാറി. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും ക്രമപ്പെടുത്തുവാനും ചില നിയന്ത്രണങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ആവശ്യമായി തീർന്നു. ഈ പശ്ചാത്തലത്തിൽ ഗോത്രങ്ങളെ അടിസ്ഥാനമാക്കി ഭരണ വ്യവസ്ഥകൾ ഉയർന്നു വന്നു. കൃഷിയോടും മണ്ണിനോടുമുള്ള ഇഴപിരിയാത്ത ബന്ധം ഈ കാലത്ത് വളർന്നു വന്നു. ഇത് അവരവരും അപ്പൊ ഇങ്ങനെ ഒരു ബന്ധം വളർന്നു വന്നപ്പോൾ ജനങ്ങൾക്ക് ഇത് അവർ നിൽക്കുന്ന പ്രദേശം സ്വന്തമാണ് എന്നൊരു കാഴ്ചപ്പാട് ഉണ്ടായി. ഇങ്ങനെയാണ് രാഷ്ട്ര രൂപീകരണം യാഥാർത്ഥ്യമായി തീർന്നത്. അതായത് കൃഷിയോടും അവ താമസിക്കുന്ന മണ്ണിനോടും ജനങ്ങൾക്കൊരു ആത്മബന്ധം വരും. അതായത് ഞങ്ങളുടെ സ്വന്തമാണ്. ഇത് എന്തിലേക്ക് നയിച്ചു? രാഷ്ട്ര രൂപീകരണത്തിലേക്ക് നയിച്ചു. ബുദ്ധകൃതിയായ അംഗുത്തര നികായയിൽ ഇത്തരത്തിൽ നിലവിൽ വന്ന 16 രാഷ്ട്രങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. ഈ 16 രാഷ്ട്രങ്ങളെ മഹാജനപദങ്ങൾ എന്നാണ് അറിയപ്പെട്ടത്. കൂടാതെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മാറ്റങ്ങളെ മേൽ വിവരിച്ച മാറ്റങ്ങളെ ചരിത്രകാരന്മാർ രണ്ടാം നഗരവൽക്കരണം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുള്ളത് 16 മഹാജനപദങ്ങളുടെ പേരുകളാണ്. കമ്പോജം, കാന്താരം, കുരു, ശൂരസേന, മത്സ്യ, അവന്തി, ചേതി, വത്സ, പാഞ്ചാലം, കോസലം, മല്ല, കാശി, മഗധ, വജി, അശ്മകം, അംഗ. ഇനി അടുത്ത ടോപ്പിക്കാണ് മഹാജനപദങ്ങളിലെ ഭരണ സംവിധാനം, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. സമകാലിക കൃതികളിൽ മഹാജനപദങ്ങളിലെ ഭരണ സമ്പ്രദായത്തെക്കുറിച്ച് ചില വിവരങ്ങൾ നൽകുന്നുണ്ട്. ഈ സമകാലിക കൃതി എന്ന് പറഞ്ഞ ഒരു സംഭവമോ വ്യക്തിയോ ജീവിച്ചിരുന്ന അതേ കാലത്ത് തന്നെ എഴുതപ്പെട്ട ഗ്രന്ഥത്തെയാണ് സമകാല കൃതി എന്ന് വിളിക്കുന്നത്. ഈ കൃതിയിൽ നിന്ന് നമുക്ക് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങളിൽ നിലനിന്നിരുന്ന നികുതി പിരിവിനെ പറ്റിയും സൈനിക സമ്പ്രദായത്തെ പറ്റിയും അറിയാൻ സാധിക്കും. പാലി ഭാഷയിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്ന ബലി, ഭാഗ എന്നീ 2 പദങ്ങളും സൂചിപ്പിക്കുന്നത് നികുതി സമ്പ്രദായത്തെയാണ്. ധാന്യങ്ങൾ, കന്നുകാലികൾ എന്നിവയായിരുന്നു മുഖ്യമായും നികുതി നൽകിയത്. പണം ഒന്നും ആയിരുന്നില്ല ആ ഒരു കാലഘട്ടത്തില്. ധാന്യങ്ങൾ, കന്നുകാലികൾ. അതേസമയം വനങ്ങളിൽ താമസിച്ചിരുന്ന വനവിഭവങ്ങൾ നികുതിയായി നൽകിയപ്പോൾ കരകൗശല തൊഴിലാളികൾ എന്ത് ചെയ്തു? നിശ്ചിത ദിവസം രാജാവിനായി ജോലി ചെയ്തു. ഭരണനിർവഹണത്തിനായി ധാരാളം ഉദ്യോഗസ്ഥർ ഈ ഒരു സമയത്തുണ്ടായിരുന്നു. ശതപഥ ബ്രാഹ്മണ എന്ന കൃതിയിൽ രാജാവിനെ സഹായിച്ചിരുന്ന സേനാനി, പുരോഹിതൻ, ബ്രാഹ്മണി എന്നിവരെ കുറിച്ച് പറയുന്നുണ്ട്. മഹാജനപദങ്ങൾക്ക് കോട്ടകളും തലസ്ഥാന നഗരികളും ഉണ്ടായിരുന്നു.
നെക്സ്റ്റ് ടോപ്പിക്കാണ് മഗധയുടെ വളർച്ച. അതായത് നമ്മുടെ 16 മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായ രാഷ്ട്രമായിരുന്നു മഗധ. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 16 മഹാജനപദങ്ങൾ തമ്മിൽ എപ്പോഴും യുദ്ധം നടത്തിയിരുന്നു. എന്തിനു വേണ്ടി? അധികാരത്തിന് വേണ്ടി. എന്നാൽ ഈ യുദ്ധങ്ങളിൽ അവസാനം വിജയം ലഭിച്ചത് മഗധയ്ക്കായിരുന്നു. ധാരാളം മഴ ലഭിക്കുന്ന ഉൽപാദനക്ഷമതയുള്ള പ്രദേശമായിരുന്നു മഗധ. കൂടാതെ ധാരാളം ഇരുമ്പയിര് നിക്ഷേപവും ഇവിടെ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെയും ഉപകരണങ്ങൾക്കും ആയുധങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഇരുമ്പ് ഇവിടുന്ന് തന്നെ ലഭ്യമായിരുന്നു. കൂടാതെ ആ ഒരു കാലഘട്ട യുദ്ധങ്ങളിൽ പ്രധാനപ്പെട്ട ഘടകമായിരുന്നു ആനകൾ. ആനകളും യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പങ്കെടുക്കുമായിരുന്നു. മഗധയിലെ വനങ്ങളിൽ ആനകൾ ആവശ്യത്തിലധികം ഉണ്ടായിരുന്നു. ഇതും മഗധയുടെ യുദ്ധവിജയം ഉറപ്പാക്കി. ഗംഗയും അതിന്റെ പോഷക നദികളും ചരക്ക് ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്തു. കൂടാതെ ബിംബിസാരൻ, അജാതശത്രു തുടങ്ങിയ പവർഫുൾ ആയിട്ടുള്ള ഭരണാധികാരിയും മഗധയിലുണ്ട്. ഇതൊക്കെയാണ് ശരിക്കും മഗധയ്ക്ക് മറ്റു മഹാജനപദങ്ങളുടെ മേല് വിജയം കൈവരിക്കാൻ സഹായിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഭൂപടത്തിൽ നിന്ന് മഗധയുടെ സ്ഥാനം കണ്ടെത്തുക. ഗംഗാ നദിയുടെ തെക്കു ഭാഗത്തായിട്ടാണ് ഈ മഗധ നിലനിന്നിരുന്നത്. മഗധ ഇന്നത്തെ ഏത് സംസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമായിരുന്നുവെന്ന് കണ്ടെത്താൻ സാധിക്കുമോ? എവിടെയായിരുന്നു? ബീഹാർ ആയിരുന്നു. പുരാതന മഗധ സാമ്രാജ്യം ഇന്നത്തെ ഇന്ത്യയിലെ ബീഹാർ സംസ്ഥാനത്തിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് മഗധയിലെ രാജവംശങ്ങളും പ്രധാന രാജാക്കന്മാര്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹരംഗ്യ രാജവംശമാണ്. അവയിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാര് ബിംബിസാരൻ, അജാതശത്രു. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ രണ്ട് രാജാക്കന്മാരും മഗധയിലെ പ്രധാനപ്പെട്ട പവർഫുൾ ആയിട്ടുള്ള രാജാക്കന്മാരായിരുന്നു. അടുത്ത രാജവംശമാണ് ശിശുനാഗ രാജവംശം. പ്രധാനപ്പെട്ട രാജാവായിരുന്നു ശിശുനാഗൻ. പിന്നെ ഉള്ളത് നന്ദരാജവംശം. നന്ദരാജവംശത്തിലെ പ്രധാനപ്പെട്ട രാജാവായിരുന്നു മഹാപത്മനന്ദൻ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും. ഇങ്ങനത്തെ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.